ഇന്ത്യൻ ബൈക്ക് പോലെ ഒരുപാട് മോട്ടോർ സൈക്കിളുകളെ വാഹന വിപണിയിലേക്ക് ഇറക്കിയ അത്യാവശ്യം മോട്ടോർ സൈക്കിൾ മേഖലയിൽ നല്ല പാരമ്പര്യമുള്ള ഒരു അമേരിക്കൻ മാനുഫാക്ചേഴ്സാണ്, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ വാഹന നിർമ്മാണ കമ്പനിയാണ് പൊളാരിസ് എന്ന് പറയുന്നത്. ആ പൊളാരിസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി 2014 ഒരു മോഡലിനെ ഇറക്കിയത്. 2015 മോഡലായിട്ടാണ് ഇറക്കിയത്. അതായിരുന്നു പൊളാരിസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്ന മോഡൽ. ഇപ്പം കേരളത്തിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പം പല ചാനലുകളിലായിട്ട്, ഇപ്പം ലാസ്റ്റ് ഫ്ലവേഴ്സ് TV-യിൽ, അതുപോലെ തന്നെ മലയാളം മനോരമ, ഏഷ്യാനെറ്റ്, അങ്ങനെ ഒരുപാട് ചാനലുകൾ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് വഴി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പൊളാരിസ് സ്ലിംഗ് ഷോട്ടിൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങണം അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ വിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്താം. carspace.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു കാർ വിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്കത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതുമായിട്ട് എൻക്വയറി നടത്താം. അപ്പോൾ എനിക്കത് രജിസ്റ്റർ ചെയ്യുന്നതിന് അധിക പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളത് വാങ്ങുന്നത് കൊണ്ടും അധിക പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു യൂസർ എത്രയാണോ വില പറയുന്നത് അതേ പൈസക്കാണ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഹിഡൻ ആയിട്ടുള്ള ചാർജുകൾ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള വാഹനങ്ങളാണ് പൂർണ്ണമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് വിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്ന നല്ല വാഹനങ്ങൾ കിട്ടും എന്നുള്ളതും ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകതയാണ്. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല വാഹനം വാങ്ങാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കൂടി സന്തോഷമാണ്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പൊളാരിസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ ഡെസേർട്ടിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരുഭൂമിയിൽ ഓടിക്കുന്ന ബൈക്കുകൾ കാണാം. അത് അധികവും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പൊളാരിസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ സ്നോയിൽ അത്യാവശ്യം ഓഫ് റോഡ് മേഖലയിൽ നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ബഗ്ഗീസ് എന്നൊക്കെ വിളിക്കുന്ന പല വാഹനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് പൊളാരിസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ സൈക്ലിംഗ് മേഖലയിൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ലോകത്ത് കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് പൊളാരിസ് എന്ന് പറയാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ലിംഗ് ഷോട്ടിൻ്റെ നിർമ്മാണ മികവ് നിങ്ങൾക്ക് തന്നെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നേക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആ തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഈ വാഹനത്തെക്കുറിച്ച് പറയാം. ശരിക്കും ഇതൊരു ഫ്രണ്ട് എഞ്ചിൻ വാഹനമാണ്, എന്നാൽ ഒരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. റിയർ വീൽസ് ഡ്രൈവ് അല്ല, കാരണം ഒറ്റ വീല് മാത്രമാണ് ബാക്കിലുള്ളത്. അതിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വാഹനത്തെ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള വാഹനമാണ്. അതായത് ഒരു ഓഫ് റോഡ് പർപ്പസിനൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ കുറച്ചൊരു വെറൈറ്റി ലുക്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാഹനമാണ് എന്ന് പറയാം. ഹെഡ് ലാമ്പ് യൂണിറ്റുകളായിട്ട് നമുക്ക് ഇവിടെ 2 ലാമ്പ് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ 2 കാണാം. ഫ്രണ്ടിൽ നിന്ന് ഉദ്ദേശിച്ചത് ഞാൻ ആ ഒരു മൂക്കിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് പൊളാരിസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഒക്കെ നോക്കിയാൽ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടച്ചിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിപ്പ് ഭാഗമൊക്കെ വലിയ ഒരു ലിപ്പ് പ്രദേശമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറഞ്ഞ വാഹനമാണ്. തീർച്ചയായിട്ടും ഇതൊരു പെർഫോമൻസ് വാഹനമാണ് എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. ഇതാണ് പൊളാരിസിൻ്റെ ലോഗോ. ഫ്രണ്ടിൽ നമുക്കൊരു 3 സ്റ്റാർ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹുഡാണ്. ഇതിൻ്റെ താഴ്ഭാഗത്താണ് എൻജിൻ. അത് ഓപ്പൺ ആക്കുന്നതൊക്കെ ഞാൻ കാണിക്കാം. സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പല കളറുകൾ അവൈലബിൾ ആണ്. ശരിക്കും ഈ ഒരു വാഹനം കാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനം കാറിൻ്റെ ലൈസൻസ് വെച്ചാണ് പല രാജ്യങ്ങളിലും ഇത് ഓടിക്കുന്നത്. എന്നാൽ ഇത് മോട്ടോർ സൈക്കിൾ, അതായത് ഒരു സ്കൂട്ടർ കാറ്റഗറിയിലേക്ക് വരുന്ന ഒരു വാഹനമാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഈ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഒരു നിയമ സൈഡ് കൂടിയാണ് എന്നുള്ളതാണ്. അതിലേക്കൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് സൈഡ് പ്രൊഫൈൽ ഒന്ന് പരിചയപ്പെടാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 18 ഇഞ്ച് വീല് നമുക്കിവിടെ കാണാം. പൊളാരിസിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ഇതിനകത്ത് കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ നമ്മൾ ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഈ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ശരിക്കും ഒരു എയറോഡൈനാമിക് പാറ്റേൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എയറെല്ലാം പാസ് ചെയ്ത് പോകാനുള്ള ഒരു കിടങ്ങുകളും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ, ഇതൊക്കെ ശരിക്കും ഒരു മഡ് ഗാർഡ് എന്ന് വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. ആ തരത്തിലാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത്. ബൈക്കാണ് എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം, ഇതിലേക്കുള്ള ഈസി ആക്സസ് ആൻഡ് ഈസി എക്സിറ്റ് ആണ്. അതായത് ഡോറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാധാരണ നമ്മളൊരു ബൈക്കിലേക്ക് കയറി ഇരിക്കുന്ന പോലെ ഇരിക്കാം, കയറി ഇരിക്കണം, മറ്റേ ബൈക്ക് പോലെയല്ല എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. സൈഡ് വ്യൂ മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിനൊരു റിയർ വ്യൂ മിറർ ഇല്ല, സൈഡ് വ്യൂ മിറർ മാത്രമാണ്. അതായത് നമ്മൾ ബൈക്കിൻ്റെ ഒരു ടച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ വിൻഷീൽഡ്
കേട്ടോ. ഇതും ആ ഒരു ബൈക്കിലൊക്കെ നമ്മളൊരു സൂപ്പർ ബൈക്കിലെല്ലാം കാണുന്ന പോലെ തന്നെ ചെറിയ ഒരു വിൻഷീൽഡ് ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അത് മതി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിനെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ മുകളിലേക്ക് എടുത്ത് കളയുന്ന, നമ്മൾ ഫെറാറിയിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, ഓപ്പൺ ഫെറാറിയൊക്കെ വരുന്ന സമയത്ത്, അതായത് കൺവെർട്ടബിൾ വരുന്ന സമയത്തുള്ള, എനിക്ക് തോന്നുന്നു ദുബായിൽ നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമുക്കൊരു റോൾ ഗേജിൻ്റെ ഭാഗം കാണാം. ശരിക്കും ഇത് കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓപ്ഷണൽ അവൈലബിൾ ആണ്. അതായത് നമുക്ക് റോൾ ഗേജസ് കംപ്ലീറ്റ്ലി കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുണ്ട്. അതായത് ക്ലോസ്ഡ് ആക്കി ചെയ്യാം. ഇതൊരു ഫ്ലാഗ്, ദുബായിലെല്ലാം പോയ ആളുകൾക്ക് അറിയാം, ഡെസേർട്ടിലും അങ്ങനെയൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മളൊരു ഫ്ലാഗ്സ് യൂസ് ചെയ്യാറുണ്ട്. ഒരു ടീം, ആ ഒരു ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആണെന്നുള്ളതാണ്. പിന്നെ അവിടെ ഉണ്ടാവും റോൾ ഗേജിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡ് ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. സീറ്റുകളൊക്കെ ലെതറാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമുക്ക് ബാക്കിലേയും കൂടി പറഞ്ഞിട്ട് അകത്തേക്ക് വരാം എന്നുള്ളതാണ്. ഇതാണ് ഫ്യൂവലിൻ്റെ ഭാഗം വരുന്നത്, ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഭാഗം. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ കാറിലെല്ലാം കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ താഴ്ഭാഗത്തൊരു റിഫ്ലക്ഷൻ കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ബാക്ക് വീൽ ഇവിടെയാണ്. ഇത് ശരിക്കും ദുബായിൽ നിന്ന് കൊണ്ടുവന്ന വാഹനമാണ്, അതുകൊണ്ടാണ് ദുബായ് നമ്പർ പ്ലേറ്റ്. നിങ്ങളൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞില്ല, കാർനെറ്റ് വഴി വന്നതാണ്. അതുപോലെ ഇവിടെ ഉണ്ടോ, ഇതൊരു ലാമ്പ് യൂണിറ്റ് ആണ്, സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഭാഗമായിട്ട് കൊടുത്തുള്ളത്. അതുപോലെ ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. സ്ലിംഗ് ഷോട്ട് SL എന്ന് പറയുന്ന മോഡലാണ്. അവർ ആ ഒരു ഒരു സ്പോർട്ട് പാക്ക് പാറ്റേൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ആ തരത്തിൽ കൊടുത്തുള്ള എലമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കാണാം. റിയർ വീല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് സിസ്റ്റമാണ്, കാരണം ഒറ്റ വീലാണുള്ളത്. ഇതിനകത്ത് മൊത്തം 3 വീലുകളാണുള്ളത്. അതുപോലെ ഇതൊരു ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റമാണ്. ഒരു കാർബൺ ഫൈബർ എലമെൻറ്റോട് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റാണ്, വെയിറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും. അതുപോലെ അത്യാവശ്യം പെർഫോമൻസ് കിട്ടാനൊരു ഭാഗമായിട്ടുണ്ടായിരിക്കാം അതെന്നുള്ളതാണ്. അതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും ഇതിൻ്റെ സ്വിംഗ് ആം ആ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ വൺ സൈഡിലാണ് കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും MT പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു വീൽ ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ആ ഒരു പാറ്റേണും ആ ഒരു വീലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ശരിക്കും 3 വീൽ ആവുന്ന സമയത്ത്, അതായത് ബാക്കിൽ ഒരു വീൽ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടായിരിക്കും, ബോഡി റോൾ ഉണ്ടാവില്ലേ എന്നുള്ളത്. ചെറിയ ബോഡി റോളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ പൊളാരിസ് അവകാശപ്പെടുന്നത് ലേറ്റസ്റ്റ് മോഡലിലേക്ക് വന്ന സമയത്ത് അവരിതിൻ്റെ ബോഡി റോളിനെ കാര്യമായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് ആയിട്ടാണ് ചെയ്തത്. ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ റോഡിലൊന്നുമല്ല, അത്യാവശ്യം നല്ല പെർഫോമൻസിലൊക്കെ ഓടിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എലമെൻറ്റ് തീർച്ചയായിട്ടും കുറച്ചൊരു അഗ്രസീവ് അല്ലെങ്കിൽ ഒരു യുണീക്ക് സ്റ്റൈൽ, അതുപോലെ ആരുടെയും പെട്ടെന്ന് ഒന്ന് നോക്കിപ്പോകുന്ന തരത്തിലുള്ള ഒരു വാഹനം എന്ന് പറയാം. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറിൻ്റെ ആകാര വടിവും പ്രാക്ടിക്കാലിറ്റിയും ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊളാരിസ് സ്ലിംഗ് ഷോട്ട് എന്ന് പറയാം. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോറുകളില്ല, അതുകൊണ്ട് തന്നെ ഒരു ബൈക്ക് പർപ്പസ് പോലെ നമുക്ക് അകത്തേക്ക് കയറിയിരിക്കാം. എന്നാൽ നമ്മളൊരു കാറിലെല്ലാം കണ്ടതുപോലെ തന്നെ 2 സീറ്ററാണ്, ലെതർ സീറ്റുകളാണ്, ബക്കറ്റ് സീറ്റ് പോലെയാണ് വന്നിട്ടുള്ളത്. സ്പോർട്ട് പാക്ക്, അതായത് ആ ഒരു പുഷ് പാക്കും കാര്യങ്ങളും ഒക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് കയറിയിരിക്കാം, ഇറങ്ങാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കുറച്ച് നീളമുള്ള ആളായതുകൊണ്ട് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിപ്പം ഈ ഒരു വാഹനത്തിന് മാത്രമല്ല, ഫെറാറിയിലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയറിയിരിക്കലും കാലകത്തേക്ക് വെക്കലും ഒക്കെ കുറച്ച് റിസ്ക്കാണ്. പക്ഷേ നമ്മൾ വൺസ് കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് നീർത്തി വെക്കാനുള്ള സ്ഥലം ഈ ഒരു ഹുഡിൻ്റെ താഴ്ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അതും ഒരു എന്താ പറയുക, ട്രാക്ക് ഓറിയൻറ്റഡ് വാഹനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കാർ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു കോമൺ ക്യാരക്ടറായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു എയർ ബ്ലാസ്റ്റിങ്ങിന് ഈ വിൻഷീൽഡ് ഓക്കെയാണ്. അതായത് എയറിനെ ശരിക്കും അത് അവിടെ തട്ടിയിട്ട് മുകളിലേക്ക് എടുത്ത് കളയാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് ഓപ്പൺ ആണ്, അതായത് ബൈക്കിലെല്ലാം പോകുന്ന പോലെ ഓപ്പൺ എയർ, നമ്മൾ സൺറൂഫ് ഒന്നും ആവശ്യമില്ല, അതായത് ഫുള്ളി ഓപ്പൺ എയർ ആണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, ഒരുപാട് വെയിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും, മഞ്ഞ് പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ഇൻറ്റീരിയറിനൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പൊളാരിസിന് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ ക്രമീകരിച്ചിട്ടുള്ള ആ ഒരു തരത്തിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് കുറച്ച് ആ ഒരു റഫ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്പിഡാണ്, അതിനകത്ത് സ്ലിംഗ് ഷോട്ട് എന്നും അതുപോലെ തന്നെ പൊളാരിസിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം, 120 വരെയാണ് ടോപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 140, 160 ഒക്കെ, അതുപോലെ 220 വരെ ചെറുതാക്കിയും കൊടുത്തിട്ടുണ്ട്. 220 വേഗതയിൽ ഇത് പോവോ എന്നുള്ളൊരു കാര്യം ഓടിച്ചു നോക്കണം. അപ്പോൾ ആ അത്രയും വേഗതയിൽ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഇതൊരു 3 വീലാണ്, പിന്നെ അതുപോലെ തന്നെ എൻജിൻ അത്രമാത്രം കേപ്പബിൾ ആണോ എന്നുള്ളത് അറിയണം. മറ്റൊന്ന് ബ്ലാസ്റ്റിംഗ്, സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം കൂടി പറയാം, ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന, അതായത് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മളെ കണ്ണിലേക്കും മുഖത്തിലേക്കും വരുന്ന ഒരു ബ്ലാസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പം റോട്ടിൽ നിന്ന് ചിപ്പുകൾ അല്ലെങ്കിൽ കല്ലിൻ്റെ പൊട്ടൊക്കെ തെറിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഒരു ഹെൽമെറ്റ് നമ്മളെ സഹായിക്കും. എന്നാലും ഒരു 220 അല്ലെങ്കിൽ ഒരു 200, 120 മുകളിലേക്ക് നമ്മളിത് പോകുന്ന സമയത്ത് എയർ ബ്ലാസ്റ്റ് നമ്മൾ ബോഡിയിലേക്ക് വരുന്നത് ഒരു പരിധിവരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല 220 വരെ
നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ പോകാൻ പറ്റുമെന്ന്. പക്ഷേ ഇതിൻ്റെ ഓണറോട് കൂടി ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം യു എയിലേക്ക് ഇത് ഓടിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളെ നാട്ടിൽ എന്നാലും പറ്റില്ല, അത് വേറെ വശം. യു എയിലേക്ക് അദ്ദേഹം ഒരു പക്ഷേ ഓടിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവിടെ നമുക്ക് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും, അതായത് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ, പാസ് ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ശരിക്കും നമ്മൾ പലപ്പോഴും എവിടേക്കോ കണ്ടു മറന്ന തരത്തിലുള്ള ഒരു കൺട്രോളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഡാഷ്ബോർഡൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ചൊരു റഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴ കൊണ്ടാലും മഞ്ഞ് കൊണ്ടാലും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത തരത്തിൽ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, കീ ഓപ്പൺ ആക്കാം. ഇതാണ് കീ വരുന്നത്. ഇതിനകത്തും ആ ഒരു പൊളാരിസിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ഗ്ലോ ബോക്സ്. അതായത് വണ്ടി ഫുള്ള് ഓപ്പൺ ആയതുകൊണ്ട് ഇനി ഫോണോ അല്ലെങ്കിൽ പേപ്പറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് പോകാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഗ്ലോ ബോക്സ് ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഇതിപ്പോൾ അവരിപ്പോൾ അധികം ഓഫ് റോഡിലാണ് ഉപയോഗിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഞാൻ അതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഇഗ്നീഷൻ ഓൺ ചെയ്യാം. ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യുന്നതോട് കൂടി തന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പും ഓൺ ആവും എന്നുള്ളതാണ് കേട്ടോ. അതായത് ഹെഡ് ലാമ്പും ഇതിൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം DRL പോലെ തന്നെ ഓൺ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. അതിനകത്തും നമുക്ക് ആ ഒരു പൊളാരിസിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സിസ്റ്റം ഇത് ഒരു പുതുതായിട്ട് വെച്ചതാണ്. നേരത്തെ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. ലേറ്റസ്റ്റ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ സെൻട്രൽ ടണൽ, 2 കപ്പ് ഹോൾഡേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ. പിന്നെ ഇവിടെ കണ്ടോ, നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള ഒരു സാധനം, ഒരു ഓണേഴ്സ് മാനുവൽ അത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 16 വയസ്സ് പ്രായം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ ഓടിക്കാൻ പറ്റില്ല എന്നല്ല, ലൈസൻസ് ഇല്ലാതെ അത് ഓടിക്കാൻ പറ്റില്ല, ഇത് വേണ്ട. പിന്നെ ദിസ് ഈസ് എ മോട്ടോർ സൈക്കിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ ഓൾവേസ് വിയർ എ ഡോട്ട് സർട്ടിഫൈഡ് ഫുൾ ഫേസ് ഹെൽമെറ്റ് ധരിക്കണം. അത് ഞാൻ നേരത്തെ പറയാണ്ടായ ഒരു കാരണം അതാണ് എന്നുള്ളതാണ്. ഈ ഭാഗമൊക്കെ നോക്കിയാൽ ഇങ്ങോട്ട് കയറി നിൽക്കുന്നു. ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീലിലും അതുപോലെ തന്നെ ബാക്കിലും അതുപോലെ ഈ ഇതിമേലൊക്കെ ഉള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്ലിംഗ് ഷോട്ടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും. ഇനി നമുക്ക് എഞ്ചിൻ ഒന്ന് നോക്കാം അല്ലേ. ശരിക്കും ഇങ്ങനൊരു വാഹനം കാണുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ളതല്ലേ. മ്യൂസിക് സിസ്റ്റം ഉണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് കൊടുത്തുള്ളത്. ഇവിടെ 2 ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു നമ്മൾ സാധാരണ ഡോർ പാനലിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ സൈഡ് പാനലിലേക്കാണ് കൊടുത്തുള്ളത്. സീറ്റ് ബെൽറ്റ് ഉണ്ട്, അതും കൂടി എടുത്ത് പറയേണ്ടതാണ്. അതായത് ഈ വാഹനത്തിനകത്ത് സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. ബൈക്കാണ് ഹെൽമെറ്റ് വെച്ചിരിക്കണം, എന്നാൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും വേണം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് 2 സുഹൃത്തുക്കളെ കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അംജദ്, ബ്ലാക്ക് ഷർട്ട് ഇട്ടത് അംജദ്, അതുപോലെ തന്നെ അഷ്ഫാഖ്. ശരിക്കും നമുക്ക് ഈ ഒരു വാഹനം ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്ന് നമുക്ക് ഡേറ്റ് എങ്ങനെ കിട്ടും, കാരണം തിരക്കുള്ള ആളുകളാണ്. അതിനിടയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തതുണ്ടായിരുന്നത് അംജദ് ബ്രോ ആയിരുന്നു. താങ്ക് യു സോ മച്ച് അംജദ് ബ്രോ. എന്ത് ചെയ്യുന്നത്? ഞാൻ പഠിക്കാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ആള് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അതായത് പഠിപ്പ് കഴിഞ്ഞിട്ടല്ല, ഈ ഷൂട്ട് കഴിഞ്ഞിട്ട്. ബ്രോ എന്ത് ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, എങ്ങനെയുണ്ട്? ഇവിടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ? എനിക്ക് ഓടിക്കാൻ പറ്റില്ല, ബ്രദറിന് മാത്രം ഓടിക്കാൻ പറ്റും. ഫ്യൂവല് പെട്രോൾ തന്നെയാണ്. പെട്രോൾ തന്നെയാണ്. ഇവിടുത്തെ ഫ്യൂവൽ അടിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പവറാണ് സാധാരണ അടിക്കാറുള്ളൂ. ഓക്കെ, ശരിക്കും ഈ ഒരു വാഹനം കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര ഐ കാച്ചിങ് ആയി. ഇപ്പോൾ റീസെന്റ് ഫ്ലവേഴ്സിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ദിലീപ് ആക്ടർ ഗ്രീൻ സ്ലിംഗ് ഷോട്ട് ആയിരുന്നു. ഗ്രീൻ, അത് 2 ഒരുമിച്ചാണ് വന്നത്. അതുകൂടി പറയേണ്ടതുണ്ട്. ഗ്രീനും ഓറഞ്ചും ഒരുമിച്ചാണ് വന്നത്. ഫാമിലിൻ്റെ തന്നെയാണ്. അതെ, ഇത് ബ്രദറിന്റെ ഫ്രണ്ടിന്റെ ആണ് മറ്റേത്. ഓ യെസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ സപ്പോർട്ട്. ഇതിൻ്റെ ഓണറിനെ കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, കാരണം അദ്ദേഹം റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു. അപ്പം മറ്റൊരു അവസരത്തിൽ അദ്ദേഹത്തെയും കൂടി കാണിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി നമ്മൾ എൻജിൻ സൈഡിലേക്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫ്രണ്ട് എൻജിൻ വാഹനമാണ്, എന്നാൽ റിയർ വീൽ ഡ്രൈവാണ്. റിയർ വീൽ എന്ന് പറയും. ഓക്കെ, അത് എങ്ങനെയാണ് ഹുഡ് ഓപ്പൺ ആക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെഡ് ലാമ്പ് ഇതിനിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണെ ജസ്റ്റ് ഒന്ന് താഴേക്ക് താഴ്ത്തി കൊടുക്കുക. കണ്ടോ, ഇത് കണ്ട് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് വലിക്കേണ്ട വെച്ചിട്ട് നമ്മളൊരു സുഹൃത്തിൻ്റെ സപ്പോർട്ടും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ ക്യാബിൻ വരുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VVT എൻജിൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ മോട്ടോഴ്സിൽ നിന്ന് ഇവർ ബൈ ചെയ്തിട്ടുള്ള, അതായത് വാങ്ങിയിട്ടുള്ള ഒരു എൻജിനാണ്. 175 ഹോഴ്സ് പവറും 203 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 2.4 ലിറ്റർ 4 സിലിണ്ടർ എൻജിനാണ് ഈ വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. 0 to 100 ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വെറും 4.9 സെക്കൻഡ്സ് മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു പെർഫോമൻസ്
സ്റ്റൈലിലുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന സമയത്തും അത്യാവശ്യം കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള ഒരു വാഹനം എന്ന് പറയേണ്ടി വരും. അതാണ് ഈ തരത്തിൽ ഇപ്പം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള ഈ ഒരു വാഹനം. ശരിക്കും ഇതിന് ശേഷം, അതായത് ഈ ഒരു എഞ്ചിന് ശേഷം ശരിക്കും അവരൊരു പ്രോ എഞ്ചിനെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെയല്ല, കുറച്ചും കൂടി ഒരു 180ഓളം ഹോഴ്സ് പവർ, 178 സംതിങ് ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ വാഹനം വിപണിയിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം $20,000 ആയിരുന്നു ഇതിൻ്റെ ഏകദേശ വില വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം കറണ്ട് മാർക്കറ്റ് വില എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ഇതാണ് പൊളാരിസ് എന്ന് പറയുന്ന മോഡലിൻ്റെ, അതായത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പൊളാരിസ് സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇത് ശരിക്കും ഒരു ഓഫ് റോഡ് പർപ്പസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കുറച്ചും കൂടി ഇതൊരു ഓൺ റോഡ് ട്രാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എന്നാൽ പൊളാരിസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തതും കുറച്ചും കൂടി വർക്ക് ചെയ്തതും ഓഫ് റോഡ് വാഹനങ്ങളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നോയിൽ ഓടിക്കുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ ഡെസേർട്ടിൽ നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങളൊക്കെ പൊളാരിസിൻ്റെ എണ്ണ. അതുകൊണ്ട് തന്നെ UAE-ലൊക്കെയുള്ള പലർക്കും പൊളാരിസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഫേമസ് ആയിരിക്കും. അതേപോലെ ഇന്ത്യൻ ബൈക്ക് പോലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബൈക്ക് ബ്രാൻഡുകളും ഇവരുടെ തന്നെയാണ് എന്നതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാനൊന്ന് കേൾപ്പിക്കാം. ശരിക്കും ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് ഈ സൈഡിൽ, അതായത് ഈ ഒരു ഗാർഡില്ലേ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അംജദ് ബ്രോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. യെസ്, അടിപൊളി. ഈ വണ്ടിയിട്ട് നോട്ടിലൂടെ പോകുമ്പോൾ എന്തായാലും ഇതിൻ്റെ ലുക്ക് കാണുമ്പോൾ ആൾക്കാർ നോക്കും. പിന്നെ ഈ ഒരു സൗണ്ട് കൂടിയാണെങ്കിൽ ഒന്ന് റബ് ചെയ്യോ. അടിപൊളി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, അതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നത് വരെ ചെറിയൊരു ബ്രേക്ക്.